ഹലോ, നല്ല ചൂടോട് കൂടിയുള്ള പാൽക്കപ്പയും ബീഫും കിട്ടിയാൽ ആർക്കാണ് ഇഷ്ടമില്ലാത്തതല്ലേ? അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഇന്നിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്, 1 കിലോ ഫ്രോസൺ കപ്പയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ബീഫ് റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് 2 സവാള നീളത്തിന് അരിഞ്ഞതും, ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പെരിഞ്ചീരകവും ഗരം മസാലയും കൂടി പേസ്റ്റ് ആക്കിയതും, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ പകുതി ടൊമാറ്റോ ഇട്ടിട്ട് പിന്നെ ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ റോസ്റ്റ് സവാള വഴറ്റിയിട്ടല്ല തയ്യാറാക്കുന്നത്, ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം, എങ്കിലേ ആ ഒരു മസാലയൊക്കെ ഈ ഒരു ബീഫിലോട്ട് പിടിക്കുകയുള്ളൂ. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കറിൽ അടച്ച് വെച്ചിട്ട് ഒരു 5 വിസിൽ വരെ വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കണം. കുക്കറിൻ്റെ ഇതുപോലെ ഇരിക്കും, ബീഫ് നന്നായിട്ട് വേവുന്നത് വരെ ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് കപ്പ റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് വെള്ളം തിളച്ച് വരുമ്പോഴേക്കും കപ്പ ഒന്ന് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇതൊന്ന് കുക്കറിലൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ കപ്പയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞിട്ട് വെള്ളം ഒന്ന് ഊറ്റിയെടുത്തതിന് ശേഷം ഇനി ഇതിലോട്ട് ചെറിയ ഉള്ളിയും പച്ചമുളക് ചതച്ചതും 1 കപ്പ് തേങ്ങാപ്പാലും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ആദ്യമേ ഇതുപോലെ ചെറിയ ഉള്ളിയും പച്ചമുളകും ഇടണം, അപ്പോഴേ നല്ലൊരു ഫ്ലേവർ കിട്ടുള്ളൂ. എന്നിട്ട് ഇതുപോലെ നല്ല രീതിയിൽ മാഷ് ചെയ്തെടുക്കണം. ഇതുപോലെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇനി താളിക്കാനായിട്ട് കടുകൊന്ന് പൊട്ടിയതിന് ശേഷം ചെറിയ ഉള്ളി ഒന്ന് കട്ട് ചെയ്ത് പിന്നെ ഇതിലോട്ട് കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ ബീഫ് റോസ്റ്റ് വേവിക്കാൻ വെച്ചിട്ട് നന്നായിട്ട് ബീഫൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിക്കായതിന് ശേഷം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കപ്പയും ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു താളിപ്പാണ്. ചെറിയ ഉള്ളി തന്നെയാണ് ഇട്ട് താളിക്കാനായിട്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണിത്. അപ്പോൾ ഈ 2 കോമ്പിനേഷൻ എന്ന് പറഞ്ഞ ടേസ്റ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.